വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണല്ലോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. നേരത്തെ ഞങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ രാഷ്ട്ര വിഭജനത്തിന് കാരണം തന്നെ ടു നേഷൻ തിയറി പോലെയുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ SDPI അടുത്ത കാലത്ത് തുടർച്ചയായി മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ട് തിരൂർ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ ശക്തമായിട്ട് മുസ്ലിം ലീഗ് കൂടി പറയുകയാണ്. ശ്രീ അനിൽ വിളയിൽ, തീർച്ചയായിട്ടും രാഷ്ട്രത്തിനെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ അഖണ്ഡ ഭാരതത്തിനെ എല്ലാ കാലത്തും വിഭജിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവം തന്നെയാണ്. 1300-കളില് ഇറാൻ ഈ ഭാരതാംബയിൽ നിന്ന് വേർപെട്ടുപോയി. 1600-കളില് അഫ്ഗാനിസ്ഥാൻ ഗാന്ധാർ ദേശം ഈ ഭാരതാംബയിൽ നിന്ന് വേർപെട്ടുപോയി. 47-ൽ താങ്കൾ പറഞ്ഞതുപോലെ ഭാരതാംബയിൽ നിന്ന് പാകിസ്ഥാൻ വേർപെട്ടുപോയി. 1971-ല് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നെങ്കിലും ഭാരതാംബയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് വേർപെട്ടുപോയി. തുടർന്ന് 90-കളിലെ കാശ്മീരിനെ വേർപെടുത്തി രാഷ്ട്രമാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നടന്നതിന് ശേഷം ഇപ്പോഴേ ഈ കൊച്ചു കേരളത്തിനെ മറ്റൊരു രാഷ്ട്രമാക്കാനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത്. അത് എന്തുകൊണ്ട് ഇപ്പോൾ സാധിക്കാതെ പോയെന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം തന്നെയാണ്. 2047 ആകുമ്പോഴേക്കും ഈ കേരളത്തിനെ ഒരു കേരളമാക്കുക എന്നുള്ള നയം പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് തീർച്ചയാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണം തന്നെ നമുക്കറിയാമല്ലോ. മലപ്പുറം ജില്ല രൂപീകരിച്ചത് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. EMS ആണ് അതിന് നേതൃത്വം നൽകിയത്. തുടർന്ന് ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അവർ മലപ്പുറം ജില്ലയെ വിഭജിക്കുമെന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും മലപ്പുറം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രം തന്നെ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്ന കാലം അതിവിദൂരമല്ല. കാരണം കട്ടിംഗ് ദ സൗത്ത് പോലെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. കേരളവും തമിഴ്നാടും കൊങ്കൺ മേഖല മംഗലാപുരവും ചേർത്തുകൊണ്ട് ഒരു കേരളം അല്ലെങ്കിൽ ഒരു ഇന്ത്യ വേണമെന്നതിന്റെ പ്രാരംഭ രൂപം തന്നെയാണ് ഇവർ മലപ്പുറം ജില്ലയെ പറ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇത് തീർത്തും രാഷ്ട്രത്തിന് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതാംബയെ വീണ്ടും വേർപെടുത്താനുള്ള ആത്യന്തികമായ ശ്രമമാണ്. 2047 ആകുമ്പോഴേക്കും ഇത് നടപ്പാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം 1921-ന്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ എന്ന് വെച്ചാൽ 1971 ആകുമ്പോഴേക്കും ഈ കേരളത്തിനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കണമെന്ന് അക്കാലത്ത് അവർ ആഗ്രഹിച്ചിരുന്നു. അത് നടപ്പാക്കാതെ വന്നു. ഇപ്പോൾ 2047 ആകുമ്പോഴേക്കും ഈ കേരളത്തിനെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ സ്റ്റേറ്റോ രാജ്യമോ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു. വേറൊരു കണക്ക് കൂടെ ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേരളത്തിൽ ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കണക്കുണ്ട്. കേരളത്തിൽ 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ 25% കുട്ടികളും ഈ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിയമസഭയുടെ രേഖകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തില് ഒരു 10-11 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന നവ വോട്ടർമാരുടെ 25% ഒരു ജില്ലയിലാകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം മാറാൻ പോവുകയാണ്. വളരെ അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കുറയുകയും ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കൂടാൻ പോകുന്ന വളരെ അപകടകരമായ സാഹചര്യം. അതിന്റെ ചില മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന് ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത്. അനിൽ വിളയിൽ, അതായത് ആദ്യം ആ ഒരു ജില്ല എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നു, മുസ്ലിം ജില്ല വരുന്നു, പിന്നീട് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം വരുന്നു, പിന്നീട് മുസ്ലിം സ്വഭാവമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതല്ലേ ഇവിടെ ഇത്തരക്കാർ ഉദ്ദേശിക്കുന്നത്? 100% ഒരു ഇസ്ലാമിക രാഷ്ട്രമെന്ന് അവരുടെ ആഗ്രഹം. നമ്മൾ നോക്കുക, ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടുത്തെ ജനസംഖ്യയുടെ ഒരു 16-18% വന്നാൽ ആ രാഷ്ട്രങ്ങളൊക്കെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു തന്ത്രം അവർക്കറിയാം. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. ലോകത്തെ ഏത് രാജ്യത്തെ ഡെമോഗ്രാഫി അല്ലെ ജനസംഖ്യ നോക്കിയാലും ഈ ഒരു അവസ്ഥ കാണാൻ സാധിക്കും. പല രാഷ്ട്രങ്ങളും പിന്നീട് ആ രാഷ്ട്രങ്ങളുടെ അവസ്ഥ ദയനീയമായി മാറുകയാണ്. ഈ കേരളവും അത് അനുഭവിക്കാൻ പോവുകയാണ്. ഇതൊക്കെ തുറന്നു പറയുന്നവരെ ഹൈന്ദവ വർഗീയവാദികളാക്കി മാറ്റുകയും ഇതിനെ അനുകൂലിക്കുന്നവരെയൊക്കെ മതേതരവാദികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു മോശം രാഷ്ട്രീയ സംസ്കാരം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്.
വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.